അങ്ങനെ ഈ ആഴ്ച സ്പെക്കിൽ പ്ലേസ്മെന്റിന്റെ പോട്ടിപൂരം നടന്നിരിക്കുകയാണ്. എതിരാളികൾ നമ്മൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഇവന്റ് നടത്തി, വീണ്ടും ഈ വീക്കിലും എബോവ് 8 or 7 പ്ലേസ്മെന്റ് നടന്നിരിക്കുകയാണ്. ഇതൊരു വലിയൊരു താങ്ക്സ് പറയും നിങ്ങളോട് തന്നെയാണ്. കാരണം ഞങ്ങൾ പറഞ്ഞ അതേ ഗൈഡ് ലൈൻസ് ഒബേ ചെയ്തുകൊണ്ട് മാത്രമാണ് പ്ലേസ് ആകാൻ പറ്റുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് 50/50 ഇതാണ് പ്ലേസ്മെന്റ്. ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കണമെന്നുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയതിൽ. ആക്ച്വലി ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് MS എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഒന്ന് ആലോചിച്ചായിരുന്നു സെക്കൻഡ് തോട്ടായിട്ട്. അപ്പോൾ പിന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി, അന്നേരമാണ് സ്മെക്ക് കിട്ടിയത്. എൻ്റെ കുറേ സീനിയേഴ്സ് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റെഫറലായിട്ട് കയറിയതാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യാൻ ലാസ്റ്റ് പ്ലേസ്ഡ് ആയ കമ്പനി ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് റീസണൊന്നും പറയാതെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ജോയിൻ ചെയ്തതാണ്. ബേസിക്കലി ജോയിൻ ചെയ്തത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഫാക്കൽറ്റിക്കും മാനേജ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഹ്യൂജ് താങ്ക്സ്. സന്തോഷം. കാരണം കുറേ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിസ്സുമാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഒരിക്കലും ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായില്ല. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ മാത്രം സപ്പോർട്ടിലാണ്. പുതിയ ഒരു വർഷം മുന്നോട്ട് പഠിച്ചാണ്. PSC പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്. എൻ്റെ തോന്നുന്നു സാറേ എന്നെ വീട്ടിൽ കളിയാക്കും, ഇത്രയും നാളെ പോയില്ലേ, ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. സോ ഒരു വാശിയുണ്ടാകും സുധിക്ക്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാരിങ് ആയി, അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്തു. സുധി വന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു PSC പഠിച്ചൊരു മെത്തേഡായിരുന്നു. അതിന്ന് ഈ ഒരു മെത്തേഡിലോട്ട് മാറ്റാൻ കുറച്ച് ടൈം എടുത്തു. ഒരു വയസ്സ് കൊച്ചിനെ വെച്ചിട്ടാണ് ആ ജോബ് വാങ്ങിയിരിക്കുന്നത്. അത് ഫീലിംഗ് എനിക്കറിയാം. ആ ഫീലിംഗ് എന്താണ് സീരിയസ്ലി ആസ് എ ഫാദർ എനിക്കറിയാം. MCA ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ MCA കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജോലിയൊന്നും കിട്ടാതിരുന്നപ്പോൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച്, അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ സെൻറ്ററൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് ബെറ്റർ എന്ന് തോന്നിയ സ്പെക്ക് ആയതുകൊണ്ട് സ്മെക്ക് ചൂസ് ചെയ്തതാണ്. ക്ലാസ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടുന്ന് തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ കിട്ടിയതിൽ ഹാപ്പിയാണ്. താങ്ക് യു. ബേസിക്കലി ഞാനൊരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകെ എനിക്ക് മനസ്സിലായി ബാക്ക് എൻഡിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഫ്രണ്ട് എൻഡ് അപ്പോൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം സാറ് പറഞ്ഞുതരാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ ഓക്കെ ആവുന്നത് അത് സാറടുത്ത് സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതിനോടുള്ള കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞുതരും. സാറ് ഡെയിലി മെസ്സേജ് അതിന് അപ്ലൈ ചെയ്യ് ഇത് കൊടുത്തോ. സാറില്ലോണ്ട് മാത്രമാണ് ജോബ് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ആൻ മാം, ഗോപിക മാം, ജിക്കു സാർ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ സ്മെക്ക് ലാബ്സിനോടും നന്ദി പറയുന്നു. You should put little bit of extra effort from your side. You should try to make a difference. ഒരാഴ്ചയിൽ 10 പ്ലേസ്മെൻറ്റ്സ് നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഈച്ച് വൺ ഓഫ് യു. ഈ മുറി മുഴുവൻ പ്ലേസ്മെൻറ്റോടുകൂടി നിറഞ്ഞിരിക്കുക, അത് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയ സന്തോഷം. ഒരു വൈ സ്മെക്ക് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനു സ്മെക്ക് ചൂസ് ചെയ്യണം? അതിനുള്ളൊരു ഉത്തരവും കൂടെയാണ് ഈ പ്ലേസ്മെൻറ്റ്. ഈ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് അതിൻ്റെ വഴിക്ക് നടക്കും. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് അത് വളരെ അടുത്തത് തന്നെയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. സ്മെക്കിൻ്റെ വോയിസ് ആണ് നിങ്ങളെ പ്രതീക്ഷിച്ച ഒരു ഫാമിലി നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അവരെ ഓർത്തിട്ടെങ്കിലും എപ്പോഴും നിങ്ങൾ പഠിക്കുക. മാക്സിമം എങ്ങനെ നിങ്ങൾ സക്സസ് ആകാൻ നോക്കുക. പ്ലീസ് പ്രിപ്പയർ വെൽ, ഡു യുവർ പ്രോജക്ട്സിന് മാക്സിമം ഫോക്കസ് ചെയ്യുക. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഉള്ളത്.